തെക്കൻ ഇറാനിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മുൻപ് സൈബർ ആക്രമണം നേരിട്ട ബന്ദർ അബ്ബാസ് തുറമുഖത്താണ് ഇപ്പോൾ സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇറാൻ. തെക്കൻ ഇറാനിയൻ നഗരമായ ബന്ദർ അബ്ബാസിലെ ഷഹീദ് രജായി തുറമുഖത്താണ് സ്ഫോടനം. വൻ സ്ഫോടനത്തിൽ മരണസംഖ്യ 18ആയി. സ്ഫോടനത്തിൽ 750ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. തീയണയ്ക്കുന്നതിനായി തുറമുഖ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടം. സ്ഫോടനത്തിന് പിന്നാലെ തീ പടർന്നു. സ്ഥലത്തു നിന്നും വലിയ തോതിൽ പുകയും തീകോളവും ഉയർന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് ബന്ദർ അബ്ബാസ് തുറമുഖം. കണ്ടെയ്നർ ചരക്ക് നീക്കത്തിലെ ഇറാനിലെ ഏറ്റവും വലിയ തുറമുഖമാണിത്. സംഭവത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 1 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള കെട്ടിടങ്ങളുടെ ജനാലകൾ തകർന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചു. 2020 ഷാഹിദ് രജായി തുറമുഖം വലിയൊരു സൈബർ ആക്രമണം നേരിട്ടിരുന്നു. അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇസ്രയേലാണ് ആ ആക്രമണത്തിന് പിന്നിലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ ഇസ്രയേലിൽ നടത്തിയ സൈബർ ആക്രമണത്തിന് പകരമായിരുന്നു സംഭവം. തുറമുഖത്ത് ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. കത്തുന്ന വസ്തുക്കൾ സൂക്ഷിച്ചതിലുണ്ടായ അശ്രദ്ധയാണ് സ്ഫോടനത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരത്തെ സ്ഥലം സന്ദർശിച്ചിരുന്നെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ US പ്രതിനിധികൾ തമ്മിൽ ഒമാനിൽ ആണവ ചർച്ച നടക്കുന്നതിനിടെയാണ് സ്ഫോടനം. സുരക്ഷാ ജാഗ്രത ശക്തമാക്കിയതായി ഇറാൻ അധികൃതർ വ്യക്തമാക്കി.